ഓക്ലൻഡിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ മിസ് ചെയ്യരുത്. കണ്ടിട്ടില്ലാത്തവർ വന്ന് കാണുക. എന്താണ് സംഭവം എന്നല്ലേ, വേറൊന്നുമല്ല, ഹോഴ്സ് റേസിംഗ് ആണ് കേട്ടോ. നമ്മൾ ഇത്രയും വർഷം ദുബായിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവിടെയൊക്കെ ഹോഴ്സ് റേസ് ഉണ്ടെങ്കിലും നേരിട്ട് ഇതുപോലെ പോയി കാണാനായിട്ടൊരവസരം ഉണ്ടായി. ന്യൂസിലൻഡിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടൊരു ഹോഴ്സ് റേസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ജെമ്മ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മളറിയാത്ത പലവിധ കാര്യങ്ങളും നമ്മുടെ ന്യൂസിലൻഡിലുണ്ട് ഹിഡനായിട്ട് കിടക്കുന്നത്. ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണുക എന്നുള്ളതാണ് കേട്ടോ. ഇതിന് എൻട്രി ഫീയോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് കാണാവുന്ന ഒരു സംഭവമാണ്. പുറകിൽ ആ ഗാലറിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ന്യൂസ് കവറേജും ഒക്കെ ലൈവൊക്കെ പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാതെ ഒരു ആവേശമൊക്കെ വരും കേട്ടോ, ഏത് കുതിരയാണ് ആദ്യം പോകുന്നതെന്ന്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കുതിരകൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കുതിര പുറത്തിരുന്നുകൊണ്ടല്ല റേസിങ് നടക്കുന്നത്. എൻ്റെ മനസ്സിൽ മുഴുവൻ എപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ, ഈ കുതിര പുറത്തിരുന്ന ആൾക്കാർ പോവുമായിരിക്കും നല്ല കേട്ടോ. കുതിര ഓടുന്നതിൻ്റെ പുറകിലൊരു കാർട്ട് പോലെ ഒരു സംഭവം വെച്ചിട്ട് അതിനകത്ത് ആളിരുന്നാണ് ഈ മത്സരം നടക്കുന്നത് കേട്ടോ. ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. നല്ല രസമായിരുന്നു നേരിട്ട് കാണാൻ. പല ലാപ്പിൽ ഏത് കുതിരയാണ് ഫസ്റ്റ് വരുന്നതെന്ന് ഞങ്ങളും ഈഗറായിട്ട് അറിയാതെ നോക്കി നിന്നുപോയി, സമയം പോയത് അറിഞ്ഞില്ല. എനിവേ 6th നമ്പർ കുതിരയാണ് ഫസ്റ്റ് പ്രൈസും കൊണ്ട് പോയത്. പുള്ളി ലൈവായിട്ട് ടി വിയിലും അതിൻ്റെ ഓണേഴ്സും ഒക്കെ വരുന്നതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന സൈഡിൽ കൂടെ കണ്ടു. നല്ല രസമായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഈ ഓക്ലൻഡിൽ തന്നെയുള്ള ആൾക്കാരുകൾ ഇത് കണ്ടിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. ഞാൻ ഒരുപാട് ഇതിനെപ്പറ്റി വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വന്ന് കാണുക കേട്ടോ. അലക്സ് ഈറ്ററി കണ്ടോ, ബാർ ആൻഡ് ഈറ്ററി. ഇതിൽ വന്നു കഴിഞ്ഞാൽ അകത്തോട്ട് കയറാം. ഇതിൽ കൂടെ വന്ന് ഞങ്ങൾ നല്ല രസമായിട്ട് ഹോഴ്സ് റേസ് ഒക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ഓക്ലൻഡിൽ വന്ന് ഹോഴ്സ് റേസ് കണ്ടു, മൗണ്ട് ഏഡൻ പോയി. പിന്നെ ഇവിടെ പ്രാവശ്യം നമ്മൾ പോയ കൈറലിയിൽ പോയി. അതെ, മൗണ്ട് ഏഡൻ പോയി. കൈറലി റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡും കഴിച്ചു. ഞങ്ങളുടെ ഓക്ലൻഡ് ഡേ ഫിനിഷ് കംപ്ലീറ്റ് ആയി. ഓക്ലൻഡ് കട്ടായി.